സഞ്ജന എവിടെ പോകുന്നേന്ന്? താൻ പറഞ്ഞ പോലെ അവൾ അങ്ങനൊന്നും ചെയ്യില്ലടോ. അവൾ ഹരിയെ മറന്ന് ഒന്നും ചെയ്യില്ല. എങ്ങനെ മനസ്സിലായി ജയ്? അതൊക്കെ മനസ്സിലായി. താൻ വാ. സർ, ഞാൻ അന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ പോയ കേസ് ഫയലിലാണ് കൈമാറുന്നത്. എന്താ അശ്വിൻ? അതോടൊപ്പം മറ്റു ഒരു പ്രധാന കേസ് കൂടെയുണ്ട്. ഹരിയുടെ കൊലക്കേസ്. കൊലയോ? ബട്ട് ദാറ്റ് വാസ് ആൻ ആക്സിഡന്റ്. ആക്സിഡന്റ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച അത് നടത്തിയെടുത്തത്. ആരത് ചെയ്തത്? റാം ശശിധർ. വാട്ട്? അവനെല്ലാം പറഞ്ഞു. നല്ല ഓഫീസറിന് പുറമേ മാത്രം കാണിക്കാനുള്ള അടവുകളായിരുന്നു ഇതെല്ലാം. ഹരികൃഷ്ണന്റെ കൊലപാതകവും അഴിമതി കേസും ഉൾപ്പെടെ എല്ലാം ചേർത്ത് റാമിന്റെ പേരിൽ ഒരു കേസ് ഫയൽ തയ്യാറാക്കും. ഇമ്മീഡിയറ്റ്ലി കുറ്റം ചെയ്ത ആരായാലും ശിക്ഷിക്കപ്പെടണം. ഓഫീസേഴ്സ് ആയാലും. IPS ഓഫീസറുടെ മരണം കൊലപാതകം. റാം ശശിധർ IPS ഓഫീസർ ഹരികൃഷ്ണന്റെ കൊലപാതകത്തിന് പിന്നിൽ. നമസ്കാരം, ന്യൂസ് 17ലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. IPS ഓഫീസർ ഹരികൃഷ്ണന്റെ മരണം കൊലപാതകം. കൊലയ്ക്ക് പിന്നിൽ SP റാം ശശിധർ. കൊലയ്ക്ക് കാരണം പ്രൊഫഷണൽ ജലസി എന്ന് DGP ചന്ദ്രദാസ്. വാർത്തകൾ വിശദമായി. IPS ഓഫീസർ ഹരികൃഷ്ണന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് ഇതിവൃത്തം അറിയിച്ചു. കൊലയ്ക്ക് പിന്നിൽ SP റാം ശശിധർ എന്ന് കണ്ടെത്തി. പ്രൊഫഷണൽ ജലസി മൂലമുണ്ടായ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പലവട്ടം ACP ഹരികൃഷ്ണൻ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നും അതിസാഹസികമായി ഹരികൃഷ്ണൻ രക്ഷപ്പെടുകയായിരുന്നുവെന്നും കണ്ടെത്തി. കേസുകൾ അതിവിദഗ്ധമായി തെളിയിക്കുന്നതിൽ അസൂയാലുവായ റാം ശശിധർ ഹരികൃഷ്ണനെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നെന്നും ADGP ചന്ദ്രദാസ് പറഞ്ഞു. കൂടുതൽ നടപടികൾ അറസ്റ്റിന് ശേഷമെന്ന് ADGP കൂട്ടിച്ചേർത്തു. എന്നെ ബഹുമാനത്തോടെ കണ്ടവന്മാരല്ല ഇപ്പൊ കോർക്കിച്ച് തുപ്പുക. ഇറങ്ങി നടക്കാൻ വയ്യ. മീഡിയാസ് വളയുക. ഇനി എന്താണോ ചെയ്യണ്ടേ? താനൊന്ന് അടങ്ങ്, നമുക്ക് നോക്കാം. ഇനി എന്തോന്ന് നോക്കാനാടോ? ഞാൻ ഒളിച്ച് നടക്കുക ഇപ്പൊ. എന്തോ ഭാഗ്യത്തിനാ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അവൻ എന്തോ പ്ലാൻ ഇടുന്നുണ്ട്. ആര്? ഹരി. തന്റെ പ്രാന്ത് വിട്ടില്ലേടോ? അവൻ ചത്തടോ. ആരടത്? എടുത്തു മാറ്റടോ. ഓ, ഇവളോ? നിക്ക്, ഇതാരാണെന്നറിയാമോ? ഹരിയുടെ ഭാര്യ. ഓ, ഇവളാണോ അവൾ? നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ദൈവം തന്നെ കാണിച്ചു തന്നു. സഞ്ജന, നീയോ? നീ ഇപ്പൊ തന്നെ എന്റെ മുന്നിൽ വന്ന് വിട്ടല്ലോ. ദൈവം എന്റെ കൂടെ ആടി. ഞാൻ നിങ്ങളെ തന്നെ കാണാൻ വന്നതാ. നീയാണോ ഹരികൃഷ്ണന്റെ ഭാര്യ? അതെ, ഹരികൃഷ്ണന്റെ ഭാര്യ തന്നെയാ ഞാൻ. നീയാണ് കൊള്ളാമല്ലോടി, സുന്ദരി തന്നെ നീ. എന്നെ കാണാൻ വന്നെന്ന് പറഞ്ഞു. എന്താ, എന്തേലും തരാനാണ്? എന്നാൽ നമുക്ക് എന്റെ വീട്ടിൽ പോകാം. നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ നേടാനുണ്ട് എനിക്ക്. ഞാനൊന്നും ഉദ്ദേശിക്കാതെ നിന്റെ മുമ്പിൽ വരില്ലല്ലോ റാം. നിന്റെ നാടകം കളിക്കാതെ കേരടി വണ്ടിയിൽ. എന്റെ പെണ്ണിന്റെ ദേഹത്ത് തൊട്ടുള്ള കളി വേണ്ട. അഞ്ജന, തമ്പക്കോ. എന്താടാ, നിന്റെ മുഖത്തെ സന്തോഷമൊക്കെ എവിടെ പോയി? ഞാൻ ഇന്ന് വന്നത് നിന്റെ വിധി തീരുമാനിക്കാന്. ഹരി, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ വെറുതെ വിടണം. ഞാൻ ഇല്ലാണ്ടായപ്പോ എന്റെ പെണ്ണനുഭവിച്ച വേദന അത് ഞാൻ മറക്കില്ലടാ. അതിലുപരി അവളെ നീ വേണമെന്ന് വെച്ചു. നീ ചെയ്ത വലിയ തെറ്റ്. അതിനെല്ലാത്തിനും ഞാൻ പകരം വീട്ടണ്ടേ. ഹരി, എന്നെ കൊല്ലരുത്. സോ സോറി റാം. ഗുഡ് ബൈ. താൻ എവിടെ പോവാണ്? അയ്യോ ഹരി, എന്നെ ഒന്നും ചെയ്യല്ലേ. ഹരിയല്ല സർ. സാറേ, പ്ലീസ്. ഓക്കെ, നിന്നെ കൊണ്ട് ഈ ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇനിയും ഞാൻ പറയുന്നത് കൊണ്ട് നീ ഭരിക്കും ഈ നാട്. ഹരി സർ പറയുന്നത് കൊണ്ട് എന്ത് ചെയ്യാം? ശരി, തൽക്കാലം നീ പൊക്കോ. പിന്നെ ഇവൻ ചത്തത് എങ്ങനെയാണെന്ന് താൻ മീഡിയാസിന് റിപ്പോർട്ട് കൊടുക്കണം, എന്റെ പേര് ഉൾപ്പെടാതെ. ഓക്കെ? ശരി സാർ. അശ്വിൻ, കമോൺ. അങ്ങനെ പ്രധാന വില്ലൻ ഇല്ലാണ്ടായി. പ്രധാന വില്ലൻ ഇവരാരുമല്ലല്ലോ, പിന്നെ സിദ്ധാർത്ഥ്. മോളെ നിക്ക്, നീ എവിടെയായിരുന്നു ഈ രാത്രിയിൽ? ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. ഈ പാതിരാത്രിയിലാണോ ഫ്രണ്ടിനെ കാണുന്നേ? അത് ഏട്ടനത് തിരക്കേണ്ട ആവശ്യമില്ല. മോളെ, നീ ഇങ്ങനെ എങ്ങനായി? മോൾക്ക് ആരോടാ ബന്ധം?
എന്തിനാ മോൾ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? എന്നെ തോൽപ്പിക്കാനാണെ എന്തിനാ നീ എന്റെ ജീവിതം തന്നെ നശിപ്പിക്കുന്നേ? ഞാൻ എപ്പോഴേ തോറ്റിട്ടുണ്ട് മോളെ. ഏട്ടാ ഞാൻ നിന്റെ നന്മ മാത്രം ആഗ്രഹിച്ചോളൂ. അത് എനിക്ക് മാത്രമായിരുന്നു ശരി. പക്ഷെ ഇപ്പൊ മറ്റൊരാളെ ഇഷ്ടമാണെങ്കിൽ അത് പറ. ഞാൻ ഇനി എന്റെ വാശി നോക്കി നിന്റെ ഭാവി കളയില്ല. പറ മോളെ. അത് പറയാം. അത് ഞാനാ, ഈ ഹരി. ഹരി എന്താ നടത്തി തരുമോ ഒരിക്കൽ കൂടി? ഹരി, അപ്പൊ നീ ചത്തിട്ടില്ല? എന്താ പ്രതീക്ഷിച്ചില്ലേ? ഈ നിൽക്കുന്ന നിങ്ങളുടെ പെങ്ങളുടെ കണ്ണീര് കൊണ്ട് ഞാൻ ഇപ്പോഴും ജീവനോടുണ്ട്. പിന്നെ അവൾക്കൊരു അടുപ്പമുണ്ട്, അത് എന്നോട് മാത്രമായിരിക്കും. സഞ്ജന, തനവ, നിക്ക് ഹരി. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിയാ, എന്റെ മോൾക്ക് നല്ലത് പറയാൻ വേണ്ടി. പക്ഷെ അവളുടെ മനസ്സിൽ ഞാൻ ഒരിക്കൽ പോലും വായിച്ചിട്ടില്ല. ഇപ്പൊ നീ വീണ്ടും വന്നപ്പോ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്റെ മോളോട് എത്ര മാപ്പ് ചോദിച്ചാലും മതിയാവില്ലാന്ന് അറിയാം. ഈ പറഞ്ഞതൊക്കെ മനസ്സിൽ തട്ടിയാണെങ്കിൽ നല്ലത്. ഞാൻ സഞ്ജനയും കൊണ്ട് പോവാം. എവിടേക്കാണെന്ന് ചോദിക്കല്ലേ വാസുന്ധര. ഏട്ടാ ഏട്ടാ മോളെ, മോളെ കരയാതെ. ഏട്ടൻ ഇനി എവിടെയും പോകണ്ട, എവിടെയും പോകണ്ട ഏട്ടാ. മോളെ, ഞാൻ വരും. നീ സമാധാനിക്ക. ഞാൻ വിടില്ല എന്റെ ഏട്ടനെ. ജയൻ പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാനായില്ല. എന്റെ ഏട്ടനെ നീ കൂത്തി തീരുമെന്ന് കണ്ടോ? മോളെ കിച്ചു, നിന്റെ മുന്നിൽ തന്നെ ഏട്ടൻ ഉണ്ടാവും എപ്പോഴും. മോളിപ്പോ സമാധാനമായി ഇരിക്കുക. ഏട്ടാ ഏത് ഇവിടെ നമ്മുടെ വീട്. എന്റെ ഹരിയേട്ടൻ ഇല്ലെന്നറിയാം. ഞാൻ ഒത്തിരി കരങ്ങി. ഈ ചുമരുകളും അതിന് സാക്ഷിയെ. എല്ലാത്തിനും സാക്ഷിയായത് ഈ ചുമരുകളല്ലേ? എന്റെ പെണ്ണിനെ ആദ്യമായി അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ നമുക്ക് കഴിയാമെന്ന് ഞാൻ തീരുമാനിച്ചത്. താൻ അനുഭവിച്ച സങ്കടം എല്ലാം ഇന്നുകൊണ്ട് മാറട്ടെ. ഹരിയേട്ടാ വേണ്ട, എന്റെ സുന്ദര. ഇപ്പൊ ഇത് വേണ്ട. നിന്റെ വല്യേട്ട് മനസ്സ് തുറന്ന് സംസാരിച്ചു. മനസ്സോടെ നമ്മളെ അംഗീകരിച്ചത് ഇന്നാ. ആ ഏട്ടൻ എന്നെ ഹരിയേട്ടന്റെ കൈപിടിച്ച് തന്നിരുന്നിരുന്ന് എനിക്കൊരാഗ്രഹം. അത് സാധിച്ചിട്ട് മതി ഹരിയേട്ട. നമുക്ക് ഇതൊക്കെ ഞാൻ വീണ്ടും ഹരിയേട്ടനേതാകുന്നത് അന്ന് മതി. തന്റെ ഇഷ്ടം. എനിക്ക് എന്റെ ഏട്ടനോട് സംസാരിക്കണം. തന്റെ ഇഷ്ടം പോലെ. എന്താ ഹരി ഇവിടെ വരാൻ പറഞ്ഞേ? എന്താ സിദ്ധാർത്ഥ് അടുത്ത പ്ലാൻ? ഞാൻ എന്തായാലും വന്നു. ഇനിയും വീണ്ടും എങ്ങനെ അടുത്ത പണി ഒപ്പിക്കാമെന്നാണ് തന്റെ ചിന്ത? ആ, എന്താ ഹരി അങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ഇനി നിന്റെ എന്റെ മോളുടെയും ജീവിതത്തിൽ കാരടായി വരില്ല. അത് ഞാൻ എടുത്ത തീരുമാനമാണ്. എന്റെ മോളെ ഇനി വിഷമിപ്പിക്കാൻ ഞാനില്ല. നീ അവിടെ ജീവന്, അത് ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഇത് പുതിയ നമ്പറാണോ സിദ്ധാർത്ഥ്? ഞാൻ എങ്ങനെ വിശ്വസിക്കും? അഭിനയിക്കാൻ നല്ല കഴിവാണല്ലോ എനിക്ക്. പരിഹസിച്ചു ഹരി. ശരിയാ, എന്നെ വിശ്വസിക്കാൻ നിനക്ക് ബുദ്ധിമുട്ട് കാണും. നിനക്കെന്നല്ല, ആർക്കും ബുദ്ധിമുട്ട് കാണും. അതുപോലല്ലേ ഞാൻ ഓരോന്നും ചെയ്തു കിട്ടിയത്. ശരി ശരി, ഞാൻ വരാൻ പറഞ്ഞത് തന്റെ പെങ്ങൾക്ക് തന്നോടൊന്ന് സംസാരിക്കണം. സഞ്ജന മോളെ. ഇവിടെ എന്തെങ്കിലും കള്ളമുണ്ടോ ഏട്ടാ? ഇല്ല മോളെ, ഒരിക്കലും ഇല്ല. നിന്റെ മോള, എന്റെ പൊന്നു മോളും. ഞാൻ കേട്ടു ഏട്ടൻ പറഞ്ഞത്. ഏട്ടാ, ഏട്ടൻ എന്റെ പഴയ വല്യേട്ടനായി. ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ആ പഴയ ഏട്ടനെ. മോളെ, നിന്നോടുള്ള അമിത സ്നേഹം കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്നോട് ക്ഷമിക്കും മോളെ. ഇനി എന്നോ നിന്റെ പഴയ വല്യേട്ടനായിരിക്കും ഞാൻ. സിദ്ധാർത്ഥ്, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ഹരി, തന്റെ പെങ്ങളെ മനസ്സോടെ എന്റെ കൈ പിടിച്ചു ഏൽപ്പിച്ചു സമ്മതമാണോ? 100 വട്ടം സമ്മതം.